ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർ നഗരഹൃദയത്തിലെ കിഴക്കേക്കോട്ടയിൽ എത്താതെ മടങ്ങാറില്ല. ആറ്റുകാലമ്മയെ കണ്ട് പത്മനാഭന്റെ മുന്നിലെത്തി അനുഗ്രഹം കൂടി നേടിയാലേ പൊങ്കാല അർപ്പണം പരിപൂർണമാകൂ എന്നൊക്കെയാണ് വിശ്വാസം. കിഴക്കേക്കോട്ടയിൽ നിന്നും രാഹുൽ ജിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. അതായത് മനസ്സുകൾ കാത്തിരുന്നത് ഈ മണിക്കൂറുകൾ കടന്നു കിട്ടാനാണ്. തിരുവനന്തപുരം കാത്തിരുന്നത് ഈ കടന്നു വരുന്നവർക്ക് അതിഥേയം ഒരുങ്ങാനാണ്. അതിനെല്ലാം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. ആ ദിവസത്തേക്ക് കടന്നാൽ പിന്നെ മുഴുവൻ സർവ്വവും അമ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും പൊങ്കാലയിടുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ കാഴ്ച ഇതാകില്ല. ഈ വശങ്ങളിൽ, അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വശങ്ങളിലെല്ലാം പൊങ്കാല അടുപ്പുകൾ നിറയും. അവിടെ ഭക്തിസാന്ദ്രമായ അമ്മേ നാരായണ ദേവി നാരായണ സ്തുതിമന്ത്രങ്ങൾ ഉയർന്നു കേൾക്കും. തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറും എന്ന് തന്നെ പറയണം. എവിടുന്നാ? കോഴിക്കോട് നിന്ന്. ആരൊക്കെയുണ്ട് നിങ്ങൾ? ഞങ്ങൾ 18 പേരുണ്ട്. 18 പേരുണ്ട്. അത്രയും ദൂരെ നിന്ന് വന്നിട്ട് ആ ക്ഷീണമൊന്നും അറിയുന്നില്ല അത്രമാത്രം? അതെന്താ അമ്മേന്റെ ശക്തിയായിരിക്കും. അത് ഇത്രയും റിസ്ക് എടുത്തിട്ടല്ലേ വന്നത്. ഞങ്ങള് ഭയങ്കര നല്ലോണം ഞങ്ങൾ തൊഴുതു, ഒരു പ്രശ്നമില്ലാതെ. എവിടുന്നാണ്? പാലക്കാട്. എല്ലാം ഇവിടുത്തെ ആരൊന്നും അല്ല അല്ലേ? എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരും. തിരക്കാണ്, ചൂടാണ്, ഇതൊക്കെ എന്താ കേട്ടാലും വരും. കണ്ടു കേട്ടാലും വരും. ആ സമയമായ ഞങ്ങൾ തനിയെ അങ്ങോട്ട് പുറപ്പെടും. ഒരുമിച്ചാണോ വന്നത്? ഞങ്ങൾ ഇനി ഒരാളുണ്ട്. ഞങ്ങൾ 4 പേര് ഒന്നിച്ചാ വന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവരും ആദ്യമായി എത്തുന്നവരുമുണ്ട്. അപ്പോൾ അവരെല്ലാം ഇതിനെപ്പറ്റി, പൊങ്കാലയെ പറ്റി പറഞ്ഞു കേട്ടത് ആ കേൾവിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എവിടെയാ വരുന്നത്? ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് വരെയാണ്. എല്ലാവരും പറഞ്ഞു പൊങ്കാല വന്നിട്ട് നോക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി, നമുക്കൊരു വിശ്വാസമല്ല, അത് കാരണമാണ് വന്നത്. ദേവിനെ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഈ വർഷം നമുക്ക് വന്ന് പൊങ്കാല ഇടാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും നഗരത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം വലിയ തിരക്ക് ഈ ആളുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് വേണ്ടി, അവർ വിശ്വസിക്കുന്ന ദേവിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് അനന്തപുരിയിലേക്ക് എത്തിയ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെല്ലാവരും അതിനുള്ള യാത്രയിലാണ്. ഇനി ഒരുപക്ഷേ വിശ്രമത്തിലേക്ക് ആയിരിക്കും അവർ പോവുക. അതായത് നാളത്തേക്ക് സംഭരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും എല്ലാം അവർ സംഭരിച്ചുകൊണ്ട് വിശ്രമത്തിലേക്ക് പോകും. നാളെ അവർക്ക് ഉറക്കെ മന്ത്രം ചൊല്ലണം, ആ പൊങ്കാല ഇട്ട് പൂർത്തിയാക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ആ കാഴ്ചയിലേക്ക് പോകുന്നത് മറ്റൊരു അനുഭവമാണ്. ആ കാഴ്ചയ്ക്കായി എന്തായാലും അനന്തപുരി കാത്തിരിക്കുകയാണ്. ബിജു VS രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.